ഹായ് ഹലോ ആര്യ ഹിയർ. അപ്പോൾ നമ്മൾ മുന്നത്തെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സ്. അപ്പോൾ നമ്മൾ പുറത്തോട്ട് പോകുന്നെന്ന് പറഞ്ഞിട്ടാണ് ആ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്ങോട്ടാണ് പോകണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിതാ ഇങ്ങോട്ടേക്കായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കണ്ണൂരുള്ള പല ആൾക്കാർക്കും പരിചയമുള്ള സ്ഥലമായിരിക്കും, പല ആൾക്കാരും വന്നിട്ടുള്ളൊരു സ്ഥലമായിരിക്കും. നമ്മുടെ മാട്ടൂരുള്ള പെറ്റ് സ്റ്റേഷനാണ് ഇത്. അവിടുത്തെ എൻട്രൻസ് ആണ് ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. എൻട്രൻസിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ടിക്കറ്റിന് ഒരാൾക്ക് 150 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ വലിയൊരു ഫിഷ് ടാങ്കാണ് കാണുന്നത്. ഇതിൽ വലിയ വലിയ ആൾക്കാരാണ് കേട്ടോ ഈ ഫിഷ് ടാങ്കിൻ്റെ ഉള്ളിലുള്ളത്. കാണുമ്പോൾ തന്നെ നമ്മളെക്കാളും സൈസ് തോന്നിക്കുന്ന ആൾക്കാരാണ്. ഇതേ പല കളറിലും വൈറ്റ്, ബ്ലാക്ക് അങ്ങനെ പല കളറിലൊക്കെയുള്ള ആൾക്കാരുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അവരുടെയൊക്കെ ഫേസിൻ്റെ ഒക്കെ ഇത് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓരോരുത്തർക്കും പലതരത്തിലുള്ള ഫേസാണ് മുന്നിൽ കാണാൻ പറ്റുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. നമ്മൾ കണ്ട് പരിചയമുള്ള ആൾക്കാരും ഉണ്ട്, നമ്മൾ കാണാത്ത, അതായത് നമ്മളെ നാട്ടിലൊന്നും അധികം കാണാത്ത അങ്ങനെയുള്ള തരത്തിലുള്ള ആൾക്കാരും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ ഈ ഫിഷ് ടാങ്കൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേ ഒരു വെളുത്തൊരു കുട്ടപ്പൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ കൂടുതലും ബേർഡ്സാണ് കേട്ടോ. ബേർഡ്സും ഉണ്ട്, പലതരത്തിലുള്ള മൃഗങ്ങളും ജീവികളും ഒക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ബേർഡ്സിൻ്റെ പലതരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ബേർഡ്സിൻ്റെ തന്നെ പല കളേഴ്സും പല തരത്തിലുള്ള ബേർഡ്സും ഒക്കെയാണ് ഇവിടെ ഉള്ളത് കൂടുതലായിട്ടും. പിന്നെ ഇതേ ഒരാളിരിക്കുന്നുണ്ടോ, നല്ല റെഡും വൈറ്റും കളറിലൊക്കെ ആയിട്ട് ഉറങ്ങുവാന്ന് തോന്നുന്നു. വീഡിയോ എടുക്കുന്നതായിട്ടൊന്നും വലിയ മൈൻഡില്ല, ആൾക്കാരെയൊന്നും കണ്ടിട്ട് വലിയ മൈൻഡില്ല. പക്ഷേ ഇതേ ഇവിടെ ഒരാൾ നല്ല ഉണർന്നിരിക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ വന്ന് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ ഒരാൾ ഫുഡ് കഴിക്കുന്നുണ്ട് ഇവിടുന്ന്. നല്ല മഞ്ഞ കളറിലുള്ള മഞ്ഞക്കുരുവിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ രണ്ടുപേർ അവിടുന്ന് എന്തൊക്കെയോ പരിപാടിയിലാണെന്ന് തോന്നുന്നു. നമ്മളധികം അങ്ങോട്ടേക്ക് മൈൻഡ് ചെയ്യാൻ പോകാത്തതായിരിക്കും നല്ലത്. പിന്നെ ഇതേ ഒരു കാക്ക പോലെ ഇരിക്കുന്ന ഒരാളെ കണ്ടോ ഗൈസ്? നമ്മൾ ശരിക്കും ഫസ്റ്റ് ടൈം നോക്കുമ്പോൾ ശരിക്കും ഒരു കാക്ക പോലെ ഇരിക്കുമല്ലേ, പക്ഷേ അതിൻ്റെ കണ്ണിൻ്റെ ഒരു ഇതും പക്ഷേ ആ ഒരു ബ്ലൂ കളറും ഒക്കെയാണ് അതിനെ എടുത്ത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും എന്തോ തെറ്റിപ്പിരിഞ്ഞിരിക്കുമെന്ന് തോന്നുന്നു. ഒന്നും സംസാരിക്കുന്നില്ല, പക്ഷേ അതേ മുഖത്തോട് മുഖം നോക്കി മാത്രം ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബ്ലാക്ക് സ്വാനാണ് ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാ നമ്മുടെ നല്ല തത്തക്കിളി പച്ച എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ല കിളി പച്ച തത്ത കളറിൽ ഒരു തത്ത ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതേ ഒരാളിവിടെ റെഡ് കളറിൽ മറഞ്ഞിരിക്കുന്നുണ്ട്, എൻ്റെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതൽ കപ്പിൾസാണ് ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ. കാരണം രണ്ടുപേരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇരുന്ന് അവരെന്തൊക്കെയോ പണിയിലാണ്. പിന്നെ ഇതാ രണ്ടുപേരും ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ നമ്മൾ സൗണ്ട് ഉണ്ടാക്കി വിളിക്കുമ്പോൾ ഇത് എത്തി നോക്കുന്നുണ്ടോ, ആരാടാ എൻ്റെ വീഡിയോ എടുക്കുന്നതെന്നാണ് നോക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഇതാ വേറൊരു പച്ച കളറിലുള്ളൊരു കിളി ഇതേ ഇവിടെ മാറിയിരിക്കുന്നുണ്ട്. കിളിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഇതൊക്കെ കുറച്ച് വലിയ സൈസുള്ള ആൾക്കാരാണ്. പിന്നെ ഒരാളിതാ വീഡിയോ എടുക്കുന്നുണ്ട്. അവൻ എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ വാ തുറന്നുകൊണ്ട്. ഇവരുടെ ഭാഷ പിന്നെ നമുക്കും നമ്മുടെ ഭാഷ പിന്നെ ഇവർക്കും മനസ്സിലാവാത്തതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഗൈസ്. പിന്നെ ഇതാ വലിയ രണ്ടുപേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ മാറി നോക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരും. ഇവർക്ക് ആളുകളൊക്കെ ഇപ്പോൾ കണ്ട് പരിചയമായിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ ഡെയിലി ഇവരിങ്ങനെ ആൾക്കാർ വന്ന് നോക്കുന്നതൊക്കെ കാണുന്നുണ്ടാവില്ലേ. അപ്പോൾ അവർക്ക് വന്ന് നോക്കാനും അവർക്ക് അങ്ങനെ പേടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല കേട്ടോ. ഇവർ കുറേ ആയില്ല ഇങ്ങനെ ആളുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും. നമ്മൾ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ നോക്കുകയും അതിൻ്റെ കൂടിൻ്റെ അടുത്ത് വന്ന് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതേ നമ്മളെ മൈനയാണെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. നോക്ക്, വൈറ്റ് കളർ, നമ്മളധികം ബ്ലാക്ക് കളറുള്ള മൈനേനെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഇതേ അവിടെ വെറൈറ്റി ആയിട്ട് വൈറ്റ് കളറുള്ള മൈനയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒറ്റ മൈനേനെ കണ്ടാൽ കരയൊന്നും പറയാറുണ്ട്. അവിടെ ഇപ്പോൾ ഒറ്റ മൈന ഇല്ലാത്തതുകൊണ്ട് തന്നെ കൂട്ടത്തോടെയുള്ള മൈനകളാണ്. പിന്നെ ഇതേ ആ പശുക്കുട്ടീനെ കാണാൻ എന്ത് രസമാണെന്ന് നോക്കിയാൽ, പണ്ടത്തെ ആ ഒരു ആലയുടെ ടൈപ്പിലൊക്കെ ആക്കിയിട്ട് അതിനെ ഇരുത്തിയേക്കുന്നത് നല്ല രസമില്ലേ, ഒരു ഐശ്വര്യം തന്നെയുണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട്, ആ വെള്ള കളറിൽ. പിന്നെ ഇതേ നമ്മുടെ ഒട്ടകപ്പക്ഷി ഇരിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ നേരിട്ട് കാണുമ്പോൾ തന്നെ വലിയൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ ഇതിനെയൊക്കെ നേരിട്ട് കാണുന്നത്. പിന്നെ ഇതേ നമ്മുടെ വലിയ തത്ത ഇരിക്കുന്നുണ്ട്. വലിയ തത്ത എന്ന് പറഞ്ഞാൽ ഇത് മക്കാവോ വിഭാഗത്തിൽ വരുന്നതാണ് കേട്ടോ. വലിയ തത്തയാണ്.
തത്തയല്ല, പക്ഷെ തത്തയുടെ വേറൊരു രൂപത്തിൽ വരുന്ന മക്കാവോ എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. അതിനെ കയ്യിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന്. പിന്നെ ഇതാ നമ്മുടെ ഒട്ടകം ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ നല്ല മഞ്ഞയും പച്ചയും കളറിലുള്ള കുഞ്ഞു കുഞ്ഞു കിളികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിനെ ഇങ്ങനെ വെതറിയിട്ട പോലെ കാണാൻ വേണ്ടിയിട്ട് എന്ത് രസമാണ് അല്ലേ. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കളറടിച്ച കുഞ്ഞ് കോഴികളൊക്കെ കൊണ്ടുവരൂലേ, അതിനൊക്കെ ഇരുത്തിയിരിക്കുന്ന പോലെയുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇവിടെ കുറേ പേര് നടന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരാൾ അകത്തോട്ടാണോ പുറത്തോട്ടാണോ എന്നറിയാത്ത രീതിയിൽ ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കൂടിൻ്റെ അവിടെ. ഇതിനെയൊക്കെ കാണാൻ എന്ത് രസമല്ലേ ഗൈസ്, നല്ല വൈറ്റ് കളറിലായിരിക്കുന്നത്. അയ്യോ ഇതോ ഒരാളിവിടെ നല്ല എന്താ പറയുക, പാവം മുഖവും അതുപോലെ തന്നെ വലിയ കൊമ്പും ഒക്കെ ആയിട്ട് പേടിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പാവം പക്ഷെ നിഷ്കളങ്കമായൊരു മുഖമായിപ്പോയി അതിന്. പിന്നെ ഇതാ പല കളറിലുള്ള ഒരു കിളിയാണ് കേട്ടോ. അതിൻ്റെ കൊക്ക് നോക്കിക്കേ, കണ്ണിൻ്റെ ഭാഗവും അതുപോലെ കഴുത്തിൻ്റെ ഭാഗമൊക്കെ നോക്കിയാൽ വേറെ വേറെ കളറാണ്. മഞ്ഞയുണ്ട്, പച്ചയുണ്ട്, ചുവപ്പുണ്ട്, നീലയുണ്ട്, അങ്ങനെ പല കളറിലാണ് അതിരിക്കുന്നത്. എന്തൊക്കെ വെറൈറ്റീസ് അല്ലേ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. പലതും കൂടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ബേർഡ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കൂടിൻ്റെ പുറത്തായിട്ടല്ലാതെ കുറച്ച് വിശാലമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് കളിക്കുന്നത്. അല്ലാത്തതൊക്കെ ചെറിയ ചെറിയ കൂടിൻ്റെ ഒക്കെ ഉള്ളിൽ പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഇതേ ഇവിടെ പാമ്പിനെയും നമ്മുടെ മക്കാവിനൊക്കെ കയ്യിലും കഴുത്തിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പലരും അത് വെച്ചിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്കതിൻ്റെ ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്കേ പോയിട്ടില്ലായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ കുറേ പട്ടിക്കുട്ടന്മാരിരിക്കുന്നുണ്ട് കേട്ടോ. പല വെറൈറ്റീസിലുള്ള നായ്ക്കളുണ്ടായിരുന്നു. പക്ഷേ ഇവരൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ രാത്രിയിൽ ഇവർ തുറന്നു വിടും കേട്ടോ. രാത്രിയിൽ തുറന്നു വിടുന്നതുകൊണ്ട് തന്നെ ഇവർ രാത്രി നല്ല പണിയായിരിക്കും. അപ്പോൾ ഇവർ പകൽ എന്ത് ചെയ്യും, കിടന്നുറങ്ങും. അതുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവരുമായിട്ട് നമുക്കൊന്നും ഇവരെ ഇങ്ങനെ കാണാമെന്നല്ലാതെ വേറെ ഒന്നും ഇവർ നമ്മളെ അടുത്ത് വരുമൊന്നും ചെയ്യത്തില്ല. കാരണം ഇവർ ഫുൾ ടൈം ഉറക്കത്തിലായിരിക്കും പകൽ നമ്മൾ പോയി കഴിഞ്ഞാൽ. രാത്രിയത്തെ ക്ഷീണം കാണുമല്ലോ പാവം. അപ്പോൾ ഇതാ വലിയ വലിയ ആൾക്കാരൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നെ ഇതേ രണ്ട് കുഞ്ഞി ആൾക്കാരുണ്ട്. എല്ലാവരും നല്ല ഉറക്കത്തിൽ, ഒന്നോ രണ്ടോ പേര് മാത്രമേ ഇങ്ങനെ വട്ടം ചുറ്റി കളിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതേ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് പോകുന്നു. വീഡിയോ എടുക്കുവാന്ന് വെച്ച് ഇങ്ങനെ കളിപ്പിക്കണോ ഗൈസ്? നോക്കിക്കേ, പിള്ളേരൊക്കെ കാണുമ്പോൾ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. നമ്മളെ കാണിക്കാൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. പിന്നെ ഒരാളിതേ മരം ചാടുന്നു, താഴെ ഇറങ്ങുന്നു. ആരൊക്കെയോ ഇന്ന് പുതിയതായിട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്നുള്ള നോട്ടമാണെന്ന് തോന്നുന്നേ. പിന്നെ ഇതേ ആമക്കുട്ടൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ നല്ല വലിപ്പമുണ്ട് കേട്ടോ. നിങ്ങൾ ഫോട്ടോയിൽ നിങ്ങൾക്ക് അത്രയും കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, പക്ഷേ നല്ല വലിപ്പമുണ്ട് കേട്ടോ ഇതിന്. അയ്യോ ഇതേ ഉടുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ പിന്നെയും കാണാറുണ്ട് കേട്ടോ. നല്ല വലിയ ഉടുമ്പൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അവിടെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയൊക്കെ ആവും. പിന്നെ ഇതേ നമ്മുടെ നാട്ടിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ടുള്ള അണ്ണാൻകുട്ടന്മാരാണ് കേട്ടോ. ഇപ്പം നമുക്ക് കാണാനേ കിട്ടാത്ത അണ്ണാന്മാരാണ് ഇവർ. പണ്ടൊക്കെ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു. ഇപ്പം നമുക്ക് എവിടെയും കാണാൻ പറ്റൂല. എവിടെയെങ്കിലുമൊക്കെ കണ്ടാലായി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാ കുറേ ഫിഷ് ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ ഫിഷ് തൊട്ടിട്ട് വലിയ വലിയ ഫിഷ് വരെ ഉണ്ട്. നല്ല റെഡും വൈറ്റും ഒക്കെ കളറിലായിട്ട്, ഓറഞ്ചൊക്കെ കളറിലായിട്ട് നല്ല രസമുണ്ട്. നമുക്കിതിന് ഫുഡ് കൊടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഫുഡ് നമുക്ക് അവർ തരും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഫുഡ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് കൈയൊക്കെ വെച്ച് നമുക്ക് ഇതിനെയാണ് ഇവിടെ തൊടാനൊക്കെ പറ്റുന്നത് കേട്ടോ. മീനിനെയാണ് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് തൊടാനൊക്കെ പറ്റുള്ളൂ. വേറെ ഒന്നിനെയും നമുക്കങ്ങനെ തൊടാനൊന്നും കിട്ടൂല.
ദേ പലതരത്തിലുള്ള ഓന്തുകൾ ഇരിക്കുന്നുണ്ട്. വലിപ്പത്തിലും പല സൈസിലും ഒക്കെയുള്ള പല നിറത്തിലൊക്കെയുള്ള ഓന്തുകൾ ഇരിക്കുന്നുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ പൂച്ചയാണെന്ന് കേട്ടോ വിചാരിച്ചത്. പക്ഷേ ഇത് പൂച്ചയല്ല, ഇതൊരു തരത്തിലുള്ള കുറുക്കനാണ് കേട്ടോ. ഇതേ ഫോക്സ് ആണത്. ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ പൂച്ചയാണെന്നാണ് വിചാരിച്ചത് അതിനെ കണ്ടപ്പോൾ. ഇവിടെ ഓരോന്നും അതിൻ്റെ പേരും അതിൻ്റെ ഒറിജിനൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേ പ്രാവിൻ്റെ പല മോഡൽസ് ഉണ്ട്. ഇതേ മുട്ടയിട്ടിട്ട് അടയിരിക്കുന്നുണ്ട് കേട്ടോ. കുറേ പേര് ഇവിടെ അടയിരിക്കുന്നുണ്ട് പ്രാവുകൾ. ഇപ്പം മാത്രമല്ല കേട്ടോ, ഇനി വരുന്ന നമുക്ക് കുറച്ച് പേരും കൂടി ഇതേ കണ്ടോ, വൈറ്റ് നിറത്തിലുള്ള ആൾക്കാരും കൂടി ഇങ്ങനെ അടയിരിക്കുന്നുണ്ട് മുട്ടയിട്ടിട്ട്. പിന്നെ ഇതാ കുറച്ച് പേര് ഇവിടെ ഉണ്ട്. പല കളറാണ് കേട്ടോ. നമ്മൾ ചിലപ്പം ചില കളേഴ്സൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ കാണാത്ത വ്യത്യസ്ത തരത്തിലുള്ള കളേഴ്സിലൊക്കെയാണ് ഓരോ ആൾക്കാർ ഇവിടെ ഉള്ളത്. നല്ല രസമില്ലേ ഇതിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് എടുത്തുകൊണ്ട് നടക്കാൻ തോന്നും കേട്ടോ ഓരോന്നിനൊക്കെ കാണുമ്പോൾ. പിന്നെ ഇത് അതിൻ്റെ ആ കാലിൻ്റെയും ആ കഴുത്തിൻ്റെ അവിടെയൊക്കെ ഉള്ളൊരു ഭംഗി നോക്കിയേ. അവരുടെ ആ കൊക്കിൻ്റെ ഒക്കെ ഒരു ഷേപ്പും ആ ഒരു ഭംഗിയൊക്കെ നോക്കിയേ. എന്ത് നല്ല ഷേപ്പിലാണ് അതൊക്കെ വന്നേക്കുന്നതെന്ന്. നമ്മുടെ ഷിറ്റ്സുവിൻ്റെ പോലത്തെ മുടിയൊക്കെ ആയിട്ടാണ് ഒരു പ്രാവ് ഇരിക്കുന്നത് കേട്ടോ. പല വെറൈറ്റീസ് ഓഫ് പ്രാവുകളുണ്ട് കേട്ടോ ഗൈസ് ഇവിടെ. പ്രാവ് തന്നെയാണ് കൂടുതലായിട്ട്. ഞാൻ പറഞ്ഞില്ലേ ബേർഡ്സിൻ്റെ പല വെറൈറ്റീസുമാണ്. അതുപോലെയാണ് പ്രാവിൻ്റെയും അങ്ങനെയാണ്. കുറേ വെറൈറ്റീസ് ഓഫ് പ്രാവുകളുണ്ട്. നല്ല ഗോൾഡനിഷ് കളർ പോലെ ഇരിക്കുന്നുണ്ടോ. നല്ല രസമില്ലേ ഇതിനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അവിടെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് സംസാരിക്കാനോ ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഒന്നും കേൾക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാം, വീഡിയോ എടുത്ത് വെച്ചേക്കാമെന്ന് വെച്ചിട്ടാണ് വീഡിയോ എടുത്ത് വെച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ ഇപ്പം. എല്ലാവരും അയ്യോടാ നല്ല നല്ല പൊസിഷനിലൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. രാത്രി നല്ല പണിയെടുത്ത് ക്ഷീണമാണെന്ന് തോന്നുന്നു. ദേ ആരാ കിടക്കുന്നേ നോക്കിയേ. അയ്യോ, ഇതിനെയൊക്കെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ ഗൈസ് നമുക്ക് ശരിക്കും പേടിയാവും. പക്ഷെ എന്നാലും നമുക്കിങ്ങനെ അടുത്തുനിന്ന് കാണാൻ പറ്റുമല്ലോ, അതൊക്കെ ഒരു നല്ല രസമാണ് ഗൈസ്. ദേ ഒരു പൂച്ചക്കുട്ടൻ ഇരിക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ യെല്ലോ ക്യാറ്റ്. പിന്നെ ഇതേ നല്ല കുഞ്ഞ് കുഞ്ഞ് നല്ല കളറിലുള്ള മീനുകളുണ്ട്. നല്ല മഞ്ഞ ചുവപ്പൊക്കെ കളറിലുള്ള കുഞ്ഞ് കുഞ്ഞ് മീനുകളുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ വലിയ വലിയ മീനുകളെയാണ് കണ്ടത്. ഇതേ ഇപ്പം ചെറിയ ചെറിയ മീനുകളുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ നമ്മുടെ ഫിഷ് ടാങ്കിലൊക്കെ വളർത്തുന്ന കുറച്ച് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ആ വൈറ്റൊക്കെ കാണാൻ എന്ത് രസമാണ് അല്ലേ. പിന്നെ ഇതേ കുറച്ച് വലിയ സൈസിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഫിഷ് ടാങ്കിലൊക്കെ എപ്പോഴും ഉണ്ടാവാറുള്ള മീനുകളൊക്കെയാണ് കേട്ടോ. നമ്മൾ കണ്ട് വളർന്ന മീനുകളൊക്കെയാണ്. പിന്നെ നമ്മൾ കാണാത്ത വെറൈറ്റീസ് ഓഫ് മീനുകളും ഒക്കെ ഉണ്ട്. ദേ അടുത്തൊരു വലിയ ആൾ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിനെ കാണാൻ തന്നെ എന്ത് രസമാണെന്ന് നോക്കിയാൽ. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നല്ല രസമില്ലേ കാണാൻ വേണ്ടി. പിന്നെ ഇതേ വേറെ കുറച്ച് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്.
വീഡിയോ എടുക്കുന്നതൊക്കെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ, ഫോണിലേക്കൊക്കെ വന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഇത് എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനങ്ങളാണിത് എന്ന് പറയുന്നത്. അയ്യോ, ഇതിനൊക്കെ എങ്ങനെയാണ് അവിടെ നിന്ന് ആൾക്കാർ കഴുത്തിലിടുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ. പല വെറൈറ്റിയിലുള്ള പാമ്പുകളൊക്കെ കാണുമ്പം തന്നെ എനിക്ക് ഒരുമാതിരിയാവും. നിങ്ങൾക്കുണ്ടോ ഗൈസ് ഇങ്ങനത്തെ പ്രശ്നം? എനിക്ക് പാമ്പ് എന്ന് വെച്ചാൽ അത്രയും പേടിയാണ്. അതുപോലെ തന്നെ കാണുമ്പം തന്നെ വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ ഇതിനെയൊക്കെ. പാമ്പ് ഉറങ്ങുവാൻ തോന്നുന്നു. പാമ്പിന് രാത്രി പണിയുണ്ടോ ആവോ? മഞ്ഞ കളറ്, വെള്ള കളറ്, കറുപ്പ് കളറ്, പച്ച കളറിലൊക്കെയാണ് ഗൈസ് പാമ്പിരിക്കുന്നത്. പാമ്പിൻ്റെയും എന്തോരം വെറൈറ്റികളാണെന്നറിയോ. ശരിക്കും ഒരു പെറ്റ് സ്റ്റേഷൻ തന്നെയാണിത്. പലതരത്തിലുള്ള ആൾക്കാരുടെ പല വെറൈറ്റീസ് ഓഫ് സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇത് കണ്ടോ ഗൈസ്, 2 എലികളാണ് കേട്ടോ. അതിൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ. കുട്ടികളെ പ്രസവിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷേ ഇതേ കണ്ടോ, അത് കുട്ടികളെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഓരോ കുട്ടികളെ ഇങ്ങനെ എടുത്തെടുത്ത് തിന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞപ്പോൾ രണ്ടും കൂടി ഇരുന്ന് അങ്ങനെ തിന്നുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇവിടെ ഇങ്ങനെ കുട്ടികളിങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആൾക്കാർ വന്ന് അതിനെ മാറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളിങ്ങനെ എടുത്തെടുത്ത് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവർ. അപ്പോൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ വന്ന് അതിനെ എടുത്ത് മാറ്റി. കണ്ടോ, രണ്ടാമത്തേനെ എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. പിന്നെ അതിനെ കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് 1-2 എണ്ണത്തിനൊക്കെ അവർ സ്വയം തിന്നു. ബാക്കി ഇരിക്കുന്നതാണ് ഈ കിടക്കുന്നത് കേട്ടോ. ഇത് വേറെ കുറച്ച് ആൾക്കാരുടെ കുഞ്ഞുവാവകളാണ്, പാല് കുടിക്കുകയാണെന്ന് തോന്നുന്നു. ഇതേ മുകളിലോട്ട് കയറാൻ വേണ്ടി പരിശ്രമത്തിലാണേ. എല്ലാവരും കൂടെ മുകളിൽ കയറി പോകാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരാൾ ഇവിടെ അടങ്ങിയിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്ത് രസമല്ലേ അതിനെ കാണാൻ വേണ്ടിയിട്ട്. അത് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് കഴിക്കുന്നുണ്ട്. പിന്നെ ഇതാരായി ഇരിക്കണേ? തലയ്ക്ക് കൈയൊക്കെ കൊടുത്ത് ഇരിക്കുന്ന പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഒരാളിതേ ഇവിടെ വെള്ളം കുടിക്കാൻ തോന്നുന്നു. പിന്നെ ഇതാ ഇവിടെ 2 പേര് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. എന്ത് രസമല്ലേ അവർ ഉറങ്ങുന്ന പോലെ കാണാൻ വേണ്ടിയിട്ട്. ഇവൻ ഇവിടുന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടല്ലോ ഗൈസ്. വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാന്ന് തോന്നുന്നു. എന്തൊക്കെയോ അവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അയ്യോ, ഇത് നോക്കിയേ, ഇയാളിത് എവിടേക്കോ വലിഞ്ഞു കയറി പോകാനുള്ള ശ്രമത്തിലേക്കാന്ന് തോന്നുന്നു. പിന്നെ ഇതാ പലതരത്തിലുള്ള തവളകളൊക്കെ ഉണ്ട്. നല്ല രസമല്ലേ ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുഖത്തിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ നോക്കിയേ. മുഖത്തിൻ്റെ ആ ഫ്രണ്ട് ഭാഗം തന്നെ വേറൊരു പ്രത്യേക ഒരു ആകൃതിയിലും ബാക്കി ഭാഗം വേറൊരു കളറ് തന്നെയായിട്ട് നല്ല രസമുണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട് തന്നെ. പ്രത്യേക ഒരു മുഖം. അതിൻ്റെയൊക്കെ കൊക്ക് തന്നെ നോക്കിയേ.
ഒരാൾ ഇവിടെ കിടന്ന് കാലിനെ കൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിന് ചൊറിയുവാന്ന് തോന്നുന്നു. പിന്നെ ഇതേ വലിയൊരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നല്ല വെള്ള കളറുള്ള കുതിരയാണ് കേട്ടോ. പിന്നെ ഇതാ ഇതിൻ്റെ മുന്നിൽ തന്നെ ബീച്ചാണ് കേട്ടോ, നമ്മുടെ പെറ്റ് സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഓക്കെ, ബായ്.